ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, തിരുസഭ ധ്യാന വിഷയമായി നമ്മൾക്ക് നൽകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഡോക്ടർ ജോർജ് കുഴിപ്പള്ളിൽ എഴുതിയ ആരാണ് ക്രിസ്ത്യാനി എന്ന ചെറിയ പുസ്തകത്തിൽ ഒരുപാട് ഉത്തരങ്ങൾ കഥാകൃത്ത് നമ്മൾക്ക് നൽകുന്നുണ്ട്. അതിലൊരുത്തരമാണ് വിളക്കാകാൻ വിളിക്കപ്പെട്ടവനാണ് ക്രിസ്ത്യാനി എന്ന്. മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ പ്രകാശം പകരാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനും. സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇപ്രകാരം പറയുന്നു: ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. മാമോദീസ എന്ന കുദാശയിലൂടെ ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ മാതാപിതാക്കളുടെയും ജ്ഞാനപിതാക്കളുടെയും കരങ്ങളിലൂടെ നമ്മളിലേക്ക് വന്ന ക്രിസ്തുവെന്ന പ്രകാശത്തെ മൂടിവെച്ച് കെടുത്തിക്കളയുവാനുള്ളതല്ല, മറിച്ച് നമ്മുടെ ഈ കൊച്ചു ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പകർന്നു നൽകുവാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. തൻ്റെ അടുക്കലേക്ക് വരുന്ന ഓരോ വ്യക്തിയെയും മാറ്റി നിർത്താതെ അവരുടെ ജീവിതങ്ങളിൽ ആശ്വാസമായിട്ട് സൗഖ്യമായിട്ട് മാറിക്കൊണ്ട് പ്രകാശം പകർന്ന ക്രിസ്തുവിൻ്റെ മാതൃക സ്വീകരിച്ച് നമ്മളെ കൊണ്ടാകുന്ന ചെറിയ ചെറിയ നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രകാശം നൽകുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും. ജ്ഞാനസ്നാന അവസരത്തിലും ഈ ലോകയാത്രയുടെ അവസാനത്തിലും തിരിതെളിയിക്കപ്പെടുന്നുണ്ട്. പ്രകാശത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് വളരുവാനായിട്ട് ജ്ഞാനസ്നാന അവസരത്തിൽ തിരിതെളിയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മരണസമയത്ത് തിരിതെളിയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ജ്ഞാനസ്നാന അവസരത്തിൽ നിന്നിൽ തെളിഞ്ഞ ക്രിസ്തുവെന്ന പ്രകാശത്തിനെ നീ കെടാതെ കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ തെളിയിക്കുന്ന ഈ ദീപം നിത്യജീവനിലേക്കുള്ള യാത്രയിൽ നിനക്ക് വിളക്കാകട്ടെ എന്ന്. ജ്ഞാനസ്നാന അവസരത്തിൽ തെളിഞ്ഞ ഈ ദീപം നിത്യജീവനിലേക്കുള്ള നമ്മുടെ യാത്രയിൽ പ്രകാശമായിട്ട് മാറണമെങ്കിൽ ജ്ഞാനസ്നാനത്തിനും മരണത്തിനുമിടയിലുള്ള ചെറിയ ജീവിതത്തിൽ ഈ പ്രകാശം കെടാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ഹൃദയങ്ങളിൽ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും അസൂയയും കാത്തു സൂക്ഷിക്കുമ്പോൾ, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യാതിരിക്കുമ്പോൾ, ജ്ഞാനസ്നാനാവസരത്തിൽ നമ്മളിൽ തെളിഞ്ഞ ക്രിസ്തുവെന്ന പ്രകാശത്തെ നമ്മൾ കെടുത്തിക്കളയുകയാണ്, നഷ്ടപ്പെടുത്തി കളയുകയാണ്. നമ്മളിൽ തെളിഞ്ഞ പ്രകാശം കട്ടിലിനടിയിൽ വയ്ക്കാതെ ചെറിയ ചെറിയ നന്മ പ്രവർത്തികളാകുന്ന പീഠത്തിൻ മുകളിൽ വെച്ച് മറ്റുള്ളവർക്ക് വെളിച്ചമാകുമ്പോൾ അതൊരിക്കലും കെടാതെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രകാശഗോപുരവും സെക്കൻഡുകൾ കൊണ്ട് കത്തിയെരിയുന്ന തീപ്പെട്ടിക്കൊള്ളിയും ചെയ്യുന്നത് ഒരു പ്രവൃത്തി തന്നെയാണ്, പ്രകാശം നൽകുക എന്നത്. എത്ര കാലം ജീവിക്കുന്നു എന്നതിലല്ല, ഒരുപാട് വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ സർവശക്തൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചാലും കുറച്ചു കാലം മാത്രമേ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നുള്ളൂവെങ്കിലും പീഠത്തിന് മുകളിൽ വെച്ച വിളക്ക് പോലെ മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ പ്രകാശമാകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.